ശൈലജസ്റ്റിനെ നിറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചെടുത്ത് ഭോഷനായ ധനികനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഇയാളെ ഭോഷനായ ധനികൻ എന്ന് വിളിക്കുന്നത് എന്ന് ഈ സുവിശേഷ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഇദ്ദേഹം ശരീരത്തിന് വേണ്ട കുറെ കാര്യങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ട് ആത്മാവിനോട് പറയുകയാണ്, നീ തിന്നു കുടിച്ച് ആഹ്ലാദിക്കുക, കാരണം അനേക വർഷങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നിനക്ക് വേണ്ടി ഞാൻ സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ ഇയാൾ ആത്മാവിന് വേണ്ടി ഒന്നും സമ്പാദിച്ചിട്ടില്ലായിരുന്നു, ചുമ്മാ ശരീരത്തിന് വേണ്ടി മാത്രമേ സമ്പാദിച്ചിരുന്നുള്ളൂ. അപ്പോഴാണ് ദൈവം ഇയാളെ നോക്കി പറയുന്നത്, ഭോഷനായ ധനിക, നിന്റെ ആത്മാവിന് ഈ രാത്രി നിന്നിൽ നിന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ നീ സമ്പാദിച്ചതൊക്കെ ആരുടേതായി തീരും എന്ന് ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആത്മാവിന് വേണ്ടി ഒന്നും സമ്പാദിച്ചിട്ടില്ലാത്ത ഈ ഒരു മനുഷ്യന്റെ ജീവിതകഥ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചുകൊണ്ട് സഭ ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്, ഈ നോമ്പ് കാലത്തിന് നിന്റെ ആത്മാവിനെ കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്കി. നിന്റെ ആത്മാവിന് വേണ്ടി നീ എന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ട്? കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടി, ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടായിരിക്കും. നോമ്പ് കാലത്തിൽ നീ ചിന്തിക്കണം, നിന്റെ ആത്മാവിന് വേണ്ടിയിട്ട് നീ എന്തുമാത്രം സമ്പാദിച്ചിട്ടുണ്ട്. നിന്റെ ആത്മാവിനെ ഒരു രാത്രി ദൈവം നിന്റെ നിന്ന് ചോദിക്കുകയാണെങ്കിൽ ആത്മാവ് വെറും കൈയോടെ തിരിച്ചു പോകേണ്ട ഒരു ഗതികേട് വരുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്നേഹമുള്ളവരെ, ഈ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സമ്പാദിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട്